ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. 4 പേര് സൈഡിൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന 4 പേരാണ് ഇപ്പോൾ ഇതിലെ വിക്ടിംസ് ആയി കിടക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയ കാറാണ് ഹൈ സ്പീഡിൽ വന്ന് സഡനായിട്ട് ബ്രേക്ക് അടിക്കാൻ പകരം ആക്സിലേറ്റർ അടിച്ചിട്ടാണ് ഇത് വണ്ടി ഫുട്പാത്തിലൂടെ കയറിയത്. അവിടെ നിൽക്കുന്ന 2 ഓട്ടോ ഡ്രൈവർമാരും 2 ഈ ജനറൽ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻറ്റുമാരുമാണ് ഇതിലെ വിക്ടിംസ്. അവരുടെ കണ്ടീഷൻ ഗുരുതരമാണെന്ന് അറിഞ്ഞു. ഞാൻ കണ്ടായിരുന്നു. വിക്ടിംസിൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബിൾ പെഡൽ വേണം, അങ്ങനെയൊന്നുമില്ല. നോർമൽ കാറാണത്. ഓവർ സ്പീഡിങ്ങും ആയിരുന്നു. അതാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ ഒരു പരിശീലനം നൽകിയതാണെന്ന് വ്യക്തമാണ്. പരിശീലനം നൽകുന്നുണ്ടായിരുന്നു എന്നാണ് അവരുടെ പ്രാഥമിക ഫൈൻഡിങ്. 2019 ലൈസൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് രേഖ. പക്ഷേ 2019 ലൈസൻസ് ഉള്ള ആൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ് അത് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. RTO MVIമാരും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് 2 പേരും. ഇവർ പാലിച്ചിട്ടില്ല. പരിശീലനം നടക്കുമ്പോൾ ഡബിൾ ക്ലച്ച് വേണം. ഡ്രൈവർക്കും വേണം, ട്രെയിനർക്കും കൺട്രോൾ വേണം വണ്ടിയിൽ. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു സാർ. അവരിപ്പോൾ കസ്റ്റഡിയിലാണ്. പോലീസിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. സോ അവരുടെ മെഡിക്കലും മറ്റും നടക്കുകയാണ്. അവരുടെ രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശീലിക്കും. വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു. പക്ഷേ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല, ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടും അല്ല. ശരിക്കും അപ്റ്റർ നെഗ്ലിജൻസ് ആണ് ഇക്കാര്യം.